ഇന്ത്യയിലെ വിദ്യാഭ്യാസം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചെറുപ്പക്കാർ പറയുന്നുണ്ട്, ഏജൻസികളൊക്കെ പറയുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. അതിനകത്തുനിന്ന് നീതി ആയോഗിൻ്റെ ഒരു പഠനം ഈ അടുത്ത സമയത്ത് വരികയുണ്ടായി. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ ആ പ്രവേശന കാലഘട്ടത്തിൽ വലിയൊരു കൊഴിഞ്ഞുപോക്ക് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കേരളത്തിൽ നമ്മളത് ഫേസ് ചെയ്യുന്നില്ല. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് അതിനനുസരിച്ചുള്ള പ്രാധാന്യമുള്ളതുകൊണ്ടും നമുക്ക് അടിത്തറ ഉള്ളതുകൊണ്ടുമാണ്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് UP പോലുള്ള സ്ഥലങ്ങളിൽ, മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ 2000, 3000, 4000 രൂപയൊക്കെ കൊടുത്തിട്ട് BA സർട്ടിഫിക്കറ്റൊക്കെ കൈക്കലാക്കിയിരിക്കുന്ന, വിദ്യാഭ്യാസത്തിൽ സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്തവരൊക്കെ അധ്യാപകരായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു ദേശമാണ്, സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആ സംസ്ഥാനങ്ങളിൽ 8ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികളൊക്കെ പഠിത്തം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഹയർ സെക്കൻഡറിയിലേക്കൊന്നും അധികം ആരും പോകാറേ ഇല്ല. അപ്പോൾ ഈ 2014 91.58% 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം. അന്ന് 10-12 വർഷം മുമ്പാണെന്ന് ഓർത്തോണം. എന്നാൽ 2024 ഇപ്പോൾ അത് 86.6% കുറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 9ലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കേവലം 87 കുട്ടികൾ 100 കുട്ടികളിൽ അങ്ങനെ ആയിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കി. മുമ്പ് 92 കുട്ടികൾ പോകുമായിരുന്നു. ഇപ്പോൾ അത് 87 കുട്ടികൾ മാത്രമായിട്ട് മാറിയിരിക്കുന്നു. 12 കൊല്ലം കഴിയുകയും ചെയ്തു. അപ്പോൾ കുറേ കൂടെ പോസ്റ്റ് മോഡേൺ ആയി കഴിഞ്ഞിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം താഴോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രൈമറി ഡ്രോപ്പ് ഔട്ട് ഏകദേശം 0.3% ആണ്. എന്നാൽ സെക്കൻഡറി ലെവലിലേക്ക് അത് 11.5 തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത്. ഒരു കുട്ടി 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോകുന്നു. എന്നാൽ 8ാം ക്ലാസ് വരെ പോകുന്ന കുട്ടികൾ ആ 8ാം ക്ലാസ്സോടുകൂടെ പഠനം നിർത്തിയിട്ട് മറ്റു പണിക്കൊക്കെ പോകുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ ചൈൽഡ് ലേബർ ഉണ്ടാകുന്നു, ഏർലി മാരേജ് ഉണ്ടാകുന്നു, അതുപോലെ ഇൻഫോർമൽ എംപ്ലോയ്മെൻ്റ് ഉണ്ടാകുന്നു, അതുപോലെ സ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു, സോഷ്യൽ വളറബിലിറ്റി വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി പ്രസംഗം ഗംഭീരമാക്കി തീർത്തു എന്നൊക്കെ വിലയിരുത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ശക്തമായിട്ട് നാഷണൽ കോൺവെർസേഷൻസ് ഇതിനെക്കുറിച്ചുണ്ടാകേണ്ടതില്ലേ? അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അടുത്തതായിട്ട്, വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിൽ 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് സെമി കണ്ടക്ടർ പ്ലാൻസ്, അതിനകത്ത് AI, ന്യൂക്ലിയർ പവർ, ഡിഫൻസ്, മാനുഫാക്ചറിങ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതേപോലെ സ്റ്റാർട്ടപ്സ്, സ്പേസ് ടെക്നോളജി, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് വേണം. ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയും വേണം. പക്ഷേ മറ്റൊരു വശത്ത് ഒരു ഗ്രാമത്തിലെ കുട്ടിക്ക് നല്ല ഒരു സ്കൂൾ കിട്ടുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായിട്ട് സെക്കൻഡറി സ്കൂളിൽ എത്താൻ കഴിയുന്നുണ്ടോ? ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപക വേക്കൻസി കൃത്യമായിട്ട് നികത്തിയിട്ടുണ്ടോ? ഒരു കുട്ടിക്ക് അടിസ്ഥാന വായനയും ഗണിത ശേഷിയും ലഭിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ സ്വഭാവവും മൂല്യബോധവും വളരുന്നുണ്ടോ? ഇവയും വികസിത ഭാരതത്തിൻ്റെ ഭാഗമാണ് മോഡിജി. അതിനെക്കുറിച്ചും കൂടെ അങ്ങ് ഒരു വാക്ക്, കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. പക്ഷേ അങ്ങ് പറയാത്തത് ആ ബേസിക് എഡ്യൂക്കേഷനിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ചില ദോഷൈക ദൃക്കളൊക്കെ പറയുന്നു. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഏറ്റവും വലിയ ഒരു ഭയം നമ്മളെയൊക്കെ ഇതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്യുതിയെക്കുറിച്ചാണ്. ഇവിടെ ഞാനൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്, ഒരു സാമൂഹ്യ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം പലപ്പോഴും മാർക്ക്, റാങ്ക്, ഡിഗ്രി, ജോലി, സാലറി, ഇങ്ങനെയൊക്കെ അങ്ങ് ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യം പറയാൻ പഠിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, ദുർബലരെ സംരക്ഷിക്കാൻ പഠിക്കണം, വ്യത്യസ്ത അഭിപ്രായം സഹിക്കാനായിട്ട് പഠിക്കണം, അനീതിക്കെതിരെ നിൽക്കാനായിട്ട് പഠിക്കണം, രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കണം. ഇതാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, AIക്ക് ഇന്റലിജൻസ് നൽകാം, പക്ഷേ മനുഷ്യന് വിസ്ഡം നൽകുന്നത് വിദ്യാഭ്യാസമാണ് മോഡിജി. മനുഷ്യർക്ക് ജ്ഞാനം നൽകുന്നത്, വിസ്ഡം നൽകുന്നത്, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ, ശരിയായി മനസ്സിലാക്കാൻ, കാര്യങ്ങൾ സമഗ്രമായി അപഗ്രഥിക്കാൻ കഴിയുന്നത് വിസ്ഡം ഉള്ളപ്പോഴാണ്.
അതാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മോഡിജിയുടെ പ്രസംഗത്തോട് ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ പറയുന്നത്. മോഡിജിയുടെ യുവാക്കളോടുള്ള വലിയ സ്വപ്നങ്ങൾ കാണാൻ പറഞ്ഞ പ്രസംഗമുണ്ടല്ലോ, അത് വളരെ നന്നായിരിക്കുന്നു. പക്ഷേ ചോദ്യം ഇതാണ്, ആ സ്വപ്നങ്ങൾ കാണുന്ന കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എവിടെയാണ്? 1 കോടി യുവാക്കൾക്ക് AI ട്രെയിനിങ് നൽകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ 1 കോടി കുട്ടികൾക്ക് നല്ല പ്രൈമറി എഡ്യൂക്കേഷൻ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അതേ ആവേശത്തിൽ അങ്ങ് പറയാതിരിക്കുന്നത്? ഫ്രീ കോച്ചിങ് നല്ലതാണ്, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റംസിനെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നത്? സ്റ്റാർട്ടപ്പ് നല്ലതാണ്, പക്ഷേ ചെറിയ ഗ്രാമത്തിലെ കുട്ടികൾക്ക് എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് സ്വപ്നം കാണാനുള്ള വിദ്യാഭ്യാസ അവസരം ഉണ്ടാക്കാത്ത എന്താണ്? സ്പോർട്സ് ടാലന്റ് ഹണ്ട് നല്ലതാണ്, പക്ഷേ ഗ്രാമത്തിലെ സ്കൂൾ പ്ലേ ഗ്രൗണ്ടുകൾ ഇല്ലെങ്കിൽ ആ ടാലന്റ് എവിടെയാണ് വളരുക? മോഡിജി, നല്ലതാണ്, പക്ഷേ എയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ ഡിവൈഡ് എങ്ങനെ പരിഹരിക്കും? BJP സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം എന്താണെന്ന് ചോദിച്ചാൽ BJP സ്കൂളുകൾ അടച്ചു എന്ന ഒറ്റ വാചകം മാത്രമല്ല, അതിലും ശക്തമായ വിമർശനം, നിങ്ങൾ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിങ്ങളുടെ വികസനത്തിന്റെ കേന്ദ്രമാകുന്നുണ്ടോ എന്നതാണ്. കാരണം സ്കൂൾ കൺസോളിഡേഷൻ ഒരു പോളിസി ടൂൾ ആകാം. ചില ലോ എൻറോൾമെന്റ് സ്കൂൾസ് മെർജ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ന്യായീകരിക്കാം. പക്ഷേ അത് കുട്ടിയുടെ ആക്സസ്, സേഫ്റ്റി, ഇക്വിറ്റി, റിട്ടൻഷൻ എന്നിവയെ ബാധിക്കുന്നുവെങ്കിൽ സർക്കാർ അതിന് ഉത്തരവാദിയാണ്. എഫിഷ്യൻസി മാത്രം മതിയാകയില്ല മോഡിജി. ഇക്വിറ്റി വേണം, ആക്സസ് വേണം, ക്വാളിറ്റി വേണം, വാല്യൂസ് വേണം. എന്നാൽ മോദിജിയുടെ പ്രസംഗത്തെ പോസിറ്റീവായിട്ടും കൂടെ ഞാൻ കാണുകയാണ്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് ചില വിലയിരുത്തലുകൾ നടത്താൻ ആഗ്രഹിക്കുക. AI ട്രെയിനിങ് പോലുള്ള പദ്ധതികൾക്ക് യഥാർത്ഥ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ജൻസികൾക്ക് അതിന് കഴിയും. ഫ്രീ കോച്ചിങ് സാമ്പത്തികമായിട്ട് പിന്നോക്ക കുടുംബങ്ങൾക്ക് സഹായകരമാകാം. അതുപോലെ ഇന്നൊവേഷൻ ഫണ്ട് യുവാക്കളുടെ റിസർച്ചിനും എന്റർപ്രണർഷിപ്പിനും സഹായമായിട്ടുണ്ടാകും. സ്പോർട്സ് ടാലന്റ് കണ്ടെത്തുന്നത് നല്ലതാണ്. മാനുഫാക്ചറിങ് വളർത്തുന്നത് എംപ്ലോയ്മെന്റിന് സഹായകരമാകാം. അതുകൊണ്ട് പ്രഖ്യാപനങ്ങളെ മുഴുവനും തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മുദ്ര ലോൺ പോലെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പും അങ്ങ് നടത്തിയിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? വാഗ്ദാനങ്ങൾ തന്നിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു ഫോളോ അപ്പ് ചെയ്യാൻ അങ്ങ് ഉദ്യോഗസ്ഥന്മാരോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങയുടെ സർക്കാരുകൾ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതും അതുപോലെ പൊള്ളവാദങ്ങളാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, പ്രത്യേകിച്ച് ജൻസികൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ വർത്തമാനത്തിനൊന്നും നമ്മുടെ രാജ്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇവരുടെയൊക്കെ അടിത്തറ എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അടിത്തറയാണ് സ്കൂൾ വിദ്യാഭ്യാസം. അവസാന ചോദ്യം, ഇന്ത്യക്ക് എന്ത് തരം യുവാക്കളെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് AI അറിയുന്ന യുവാക്കളെയാണോ? അതെ. കോഡിംഗ് അറിയുന്ന യുവാക്കളെയാണോ? അതെ. എന്റർപ്രണർഷിപ്പ് അറിയുന്ന യുവാക്കളെയാണോ? അതെ. സ്പോർട്സിൽ കഴിവുള്ള യുവാക്കളെയാണോ? അതെ. പക്ഷെ അതിനൊപ്പം സത്യം പറയുന്ന യുവാക്കൾ വേണം. സത്യം പറയുന്ന യുവാക്കൾ സത്യം പറയണമെങ്കിൽ നേതാക്കളും സത്യം പറയണം. പൊള്ളവാദങ്ങൾ അടിച്ചുവിടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധിപന്മാരുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാര് സത്യസന്ധരായിരിക്കാൻ കഴിയുക? അഴിമതിയെ നിരസിക്കുന്ന യുവാക്കളെ വാർത്തെടുക്കണമെങ്കിൽ നിങ്ങൾ അഴിമതി നിർത്തുന്നവരായിരിക്കണം. നമുക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ ഫണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന ഏറ്റവും അധികം ആദരവ് കിട്ടുന്ന നമ്മുടെ ശ്രീ PC ജോർജ് സാറ്, നമ്മുടെ പൂഞ്ഞാറിലെ അച്ചായൻ ഒരു വലിയ രഹസ്യം പരസ്യമാക്കിയതോടുകൂടെ, എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമൊക്കെ ആയിരുന്നു, അത് പരസ്യമാക്കിയതോടുകൂടെ ഒരു കാര്യം ബോധ്യമായി. ഈ ജയിച്ചു വന്നിരിക്കുന്ന വിദ്വാൻമാരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ കാണിച്ച് ജയിച്ചു വന്നവരാണ്. അവരെന്ത് സത്യസന്ധതയാണ് ലോകത്തെ പഠിപ്പിക്കാൻ പോകുന്നത്? എന്ത് യുക്തിയും നീതിയുമാണ് ഈ രാജ്യത്ത് അവർ സമ്മാനിക്കാൻ പോകുന്നത്? അവരുടെ ഭരണത്തിന് കീഴിൽ ദേശീയ തലത്തിൽ എന്ത് നീതിയായിരിക്കും പാവപ്പെട്ട ജനതയ്ക്ക് കിട്ടുകയില്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നേ. ഇപ്പൊ മതജാതി വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യനെ കാണുന്ന യുവാക്കളെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ജാതി ചിന്തകളും മതചിന്തകളും മാറിപ്പോകണം. നിങ്ങൾ തന്നെ
മതങ്ങളെ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ, അതിനെ മാർജിനലൈസ് ചെയ്തിട്ട്, അതിനെ പാർശ്വവൽക്കരിച്ചിട്ട് അതിലെ ആളുകളെ കൊല്ലാനും അവരെ ഹിംസിക്കാനും നടക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ യുവാക്കൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക? നിങ്ങൾ കൊടുക്കുന്ന ആ പാഠങ്ങളല്ലേ അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതും, നിങ്ങൾ കാണിക്കുന്ന കാഴ്ചകളല്ലേ അവരുടെയും അനുകരണമായിട്ട് മാറിയിരിക്കുന്നത്? സ്ത്രീകളെ ബഹുമാനിക്കുന്ന യുവാക്കളുണ്ടാകണം, ദുർബലരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന യുവാക്കളുണ്ടാകണം, വ്യത്യസ്ത അഭിപ്രായം കേൾക്കാൻ കഴിയുന്ന യുവാക്കളുണ്ടാകണം, രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യത്തെയും ബഹുമാനിക്കുന്ന യുവാക്കളുണ്ടാകണം. ഇവരെയാണ് ഇന്ത്യക്ക് ആവശ്യം. 2026 സ്വാതന്ത്ര്യദിന പ്രസംഗം യുവാക്കൾക്ക് പ്രതീക്ഷയുടെ നിരവധി വാഗ്ദാനങ്ങൾ നൽകി എന്നല്ലാതെ അത് പ്രായോഗികമാകുമോ എന്നുള്ളത് അങ്ങ് തെളിയിച്ച് കാണിക്കണം. AI കോച്ചിങ്, അതേപോലെ തന്നെ ഇന്നോവേഷൻസ്, സ്പോർട്സ്, ജോബ്സ്, മാനുഫാക്ചറിങ് ടെക്നോളജി, ഇവയെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനൊപ്പം മറ്റൊരു ദേശീയ പ്രതിജ്ഞയും കൂടി വേണം. ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാതെ പോകരുത്. ഒരു ഗ്രാമത്തിലെ സ്കൂൾ അടയ്ക്കുമ്പോൾ അതൊരു കെട്ടിടത്തിന്റെ വാതിലടയ്ക്കുന്നതായി മാത്രം കാണരുത്. അതൊരു കുട്ടിയുടെ അവസരത്തിന്റെ വാതിലടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. 94,000 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയത് നമ്മെ ഭയപ്പെടുത്തണം, അത് നമ്മെ ചിന്തിപ്പിക്കണം. കാരണം ഒരു രാജ്യത്തിന്റെ ഭാവി സെമി കണ്ടക്ടർ ഫാക്ടറികളിൽ മാത്രം നിർമ്മിക്കപ്പെടുന്നില്ല, അത് ക്ലാസ് റൂമുകളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഒരു രാജ്യത്തിന്റെ ശക്തി മിസൈലുകളിൽ മാത്രമല്ല, അത് അധ്യാപകന്റെ കയ്യിലും കുട്ടിയുടെ പുസ്തകത്തിലുമാണ്. ഒരു രാജ്യത്തിന്റെ വികസനം GDP-യിൽ മാത്രം അളക്കാനാവില്ല. ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലാണ് അതിൻ്റെ യഥാർത്ഥ അളവുകോലിരിക്കുന്നതെന്ന് മോഡിജി അങ്ങ് അറിയണമായിരുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: മോദിജി, നിങ്ങൾ യുവാക്കളോട് വലിയ സ്വപ്നങ്ങൾ കാണാൻ പറയുന്നു, വളരെ നല്ലത്. പക്ഷേ ആ സ്വപ്നങ്ങൾ കാണുന്ന ഓരോ കുട്ടിക്കും, അവൻ നഗരത്തിലായാലും ഗ്രാമത്തിലായാലും സമ്പന്നനായാലും ദരിദ്രനായാലും, നല്ലൊരു സ്കൂൾ, നല്ലൊരു അധ്യാപകൻ, സുരക്ഷിതമായ പഠനാന്തരീക്ഷം, മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നിവ നൽകുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? 2047 വികസിത ഇന്ത്യയുടെ യഥാർത്ഥ പരീക്ഷണം അവിടെയാണ്. 1 കോടി യുവാക്കൾക്ക് AI പഠിക്കുന്നത് മാത്രം ഇന്ത്യ അല്ല, ഓരോ കുട്ടിയും മനുഷ്യനായി വളരുന്ന ഇന്ത്യയാണ് യഥാർത്ഥ വികസിത ഇന്ത്യ. ഇതാണ് നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ അങ്ങ് പറയേണ്ടിയിരുന്ന വികസനമെന്ന് ഓർപ്പിക്കട്ടെ. ഇത് മോദിജിക്കെതിരായ ഒരു ചോദ്യം മാത്രമല്ല, ഇത് BJP-ക്കെതിരായ ഒരു ചോദ്യം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനത്തോടുമുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നാം എന്താണ് കൈമാറുന്നത്? ഒരു ജോലി നേടാനുള്ള സർട്ടിഫിക്കറ്റ് ആണോ, അതോ ഒരു നല്ല മനുഷ്യനാകാനുള്ള വിദ്യാഭ്യാസമാണോ? അങ്ങ് തീരുമാനിക്കുക. അങ്ങ് ഈ വിദ്യാഭ്യാസ മേഖലയെ കഴിവുള്ളവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിശബ്ദനാകുക എന്ന ഒരു വലിയ അപേക്ഷയോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.